ഹിമാലയ ഋഷി സംഗമത്തിൻ്റെ 7ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ഹിമാലയത്തിൽ നിന്ന് 35ഓളം സന്യാസിമാർ, ഹരിബ്രഹ്മേന്ദ്ര സ്വാമിജി, മേധാനന്ദ സ്വാമിജി, പരമാനന്ദഗിരി തുടങ്ങിയ അനേകം സ്വാമിമാരും കേരളത്തിലെ അനേകം സ്വാമിമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേദാന്തം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു സുവർണാവസരമാണ്. അദ്വൈത വേദാന്തത്തിൻ്റെ പ്രസ്ഥാനത്രയം കവർ ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 6 പ്രാവശ്യം കൊണ്ട് ഉപനിഷത്ത്, ഗീത, ബ്രഹ്മസൂത്രം ഒരു ആവർത്തി നമ്മൾ കവർ ചെയ്തു. ഇപ്രാവശ്യം കഠോപനിഷത്ത്, ഭഗവത്ഗീതയുടെ കർമ്മയോഗം, ബ്രഹ്മസൂത്രത്തിൻ്റെ ആദ്യത്തെ 4 സൂത്രങ്ങൾ, വിവേക ചൂടാമണി എന്നിവ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. 22-ാം തീയതി വരെ ഈ പ്രോഗ്രാം ഉണ്ടാവും. കാലത്തെ 9:30 മുതൽ 12 മണി വരെയും, പിന്നെ 12 തൊട്ട് 1 മണി വരെ ചോദ്യോത്തര വേളയും, ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6 മണി വരെ വീണ്ടും പ്രഭാഷണങ്ങളും, 6 മണിക്ക് ആരതിയോടുകൂടി പ്രസാദ വിതരണം ഉണ്ടാവും. എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും സംബന്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. യൂട്യൂബിൽ ഇത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ദൂരെ ഇരിക്കുന്ന ആൾക്കാർക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അവൈലബിളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ടെക്നിക്കൽ സഹായം കൂടി ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിഖിലാനന്ദ സരസ്വതി ഇരിഞ്ഞിലക്കോട്, അദ്ദേഹം നല്ലൊരു അദ്വൈത വേദാന്തിയാണ്. മാത്രമല്ല അദ്ദേഹം അനേകം മലയാളത്തിലെ ഭാഗവത സത്രമൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആധ്യാത്മിക ആചാര്യനാണ്. അദ്ദേഹം കഠോപനിഷത്തിലെ പ്രഥമവല്ലിയായ നചികേതസിൻ്റെ വൈരാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന, നചികേതസും യമനും തമ്മിലുള്ള സംവാദം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയുള്ള ഒരാളാണ് ഈ വേദാന്തത്തിനുള്ള അധികാരി? തീർച്ചയായിട്ടും ഈ പ്രപഞ്ച വിഷയങ്ങളോട് വൈരാഗ്യമെന്ന ആളും ഈ പ്രപഞ്ച വിഷയങ്ങളെയൊക്കെ വളരെ തുച്ഛമായിട്ട് കണക്കാക്കാൻ കഴിയുന്നതുമായ ഒരു ബാലഭാവത്തിൽ തന്നെ, ഒരു വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന അവസരത്തിൽ തന്നെ അതീവ തീവ്ര വൈരാഗ്യം കാണിക്കുന്ന നചികേതസിൻ്റെ പ്രഥമവല്ലി യമൻ ഈ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഈ അദ്വൈത വേദാന്ത സത്യമാണ് എനിക്ക് അറിയേണ്ടത്, അതല്ലാതെ മറ്റൊന്നും അറിയാനില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന ആ നചികേതസിൻ്റെ ഭാഗങ്ങൾ നിഖിലാനന്ദ സരസ്വതി ഇപ്പോൾ നമ്മോട് പ്രവചനം നടത്തും. അതിനുശേഷം ടീ ബ്രേക്ക് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും മേധാനന്ദപുരിയുടെ അധ്യാസഭാഷ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രഹ്മസൂത്രത്തിൻ്റെ കാതലായ ഭാഗം, നമ്മുടെ ഐൻസ്റ്റൈൻ പോലും ഈ അധ്യാസഭാഷ്യം പഠിച്ചപ്പോൾ എൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ ഈ അധ്യാസഭാഷ്യം ആദ്യം പഠിച്ചിരുന്നെങ്കിൽ അവസാനിക്കുമായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച അധ്യാസഭാഷ്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മോട് നചികേതസിൻ്റെ ആ ഭാഗം കഠോപനിഷത്തിലെ ഭാഗം വർണ്ണിക്കുവാനായി നിഖിലാനന്ദ സരസ്വതിയെ ക്ഷണിക്കുന്നു. യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ വിവിധ രീതിയിലാണ്, ആകൃതിയിലാണ് മണ്ണ് കൊണ്ട് അത് ഇഷ്ടക ഉണ്ടാക്കാറുള്ളത്. അപ്പം അത് എത്ര എണ്ണം ഓരോന്നിനും വ്യത്യസ്തമാണ്, അതിൻ്റെ ആകൃതികൾ വ്യത്യാസമാണ്, അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രാഹ്മണങ്ങളിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ രീതിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കേട്ടതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ നചികേതസ് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ സന്തോഷമായി തം അബ്രവീത് പ്രിയമാണോ മഹാത്മാ വരം തവേഹാദ്യ ദദാമി ഭൂയഃ തവൈവ നാംനാ ഭവിതായ അഗ്നിഃ ശൃംകാം ക്ഷേമാം അനേക രൂപാം ഗൃഹാണം. മുഴുവൻ അതേപോലെ തന്നെ തിരിച്ച് ആചാര്യനോട് പറഞ്ഞ് താൻ കേട്ട കാര്യങ്ങൾ, ഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ പറഞ്ഞു കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി. ഒരു വരം കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ പേരിൽ തന്നെ ഈ അഗ്നിയും അറിയപ്പെടും, നചികേതാഗ്നി എന്നുള്ളത് അറിയപ്പെടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വിശേഷമായിട്ടുള്ളൊരു മാലയും മറ്റുമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് അടുത്തതായിട്ടുള്ള വരം കൊടുക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ആരാണോ ഈ നചികേത അഗ്നി 3 പ്രാവശ്യം ശയനം നടത്തിയിട്ട് ഈ അഗ്നിവിദ്യയെ
അറിഞ്ഞു ചെയ്യുന്നത് ത്രിനാചികേതസ്ത്രിഭിരേത്യസന്ധിം ത്രികർമ്മകൃത്തരതി ജന്മമൃത്യു ബ്രഹ്മജജ്ഞം ദേവമീഡ്യം വിദിത്വാ നിചായേ മാം ശാന്തിമത്യന്തമേതി. ഈ നാചികേതാഗ്നെ 3 പ്രാവശ്യം വേണ്ട രീതിയിൽ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നത് അവർ ഈ ജന്മമൃത്യുവിനെയൊക്കെ അതിവർത്തിച്ച് അമൃതത്വത്തെ പ്രാപിക്കും എന്ന് പറയാം. ഈ അമൃതത്വം എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള മോക്ഷപ്രാപ്തിയല്ല, ഈ ലോകത്തെ അപേക്ഷിച്ചിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള അമൃതത്വം, സ്വർഗലോകത്തുള്ളതായിട്ടുള്ള ആ സന്തോഷത്തെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ സ്വർഗലോകം പ്രാപിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത സംശയത്തിലേക്ക് വരികയാണ്. 3ാമത്തെ വരം ഉണ്ടല്ലോ, 3ാമത്തെ വരം ചോദിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേ നായമസ്തീതി ചെയ്യേ ഏതദ്വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയഃ. ഞാൻ ചോദിക്കുന്ന 3ാമത്തെ വരം എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാൽ, ഏയം പ്രേതേ, ഈ ലോകത്തുനിന്ന് മരിച്ചു കഴിഞ്ഞാൽ ചിലർ പറയുന്നു അസ്ഥി എന്ന് പറയുന്നു, ചിലർ നാസ്തി എന്ന് പറയും. മരിച്ചു കഴിഞ്ഞാലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇല്ല, മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. എന്നാൽ നിനക്ക് ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. കാരണം നീയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. അതാണ് ഞാൻ 3ാമത്തെ വരമായിട്ട് ചോദിക്കുന്നത് എന്ന് പറയുക. ഇത് കേട്ടപ്പോൾ യമൻ അതിന് നേരെ മറുപടി കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ പറയുന്നുണ്ട്, ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുവിജ്ഞേയ മണുരേഷ ധർമ്മ. ഏ ഉണ്ണി നചികേതസേ, നിന്നോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. പക്ഷേ ദേവന്മാര് പോലും ഈ കാര്യത്തിൽ വളരെയധികം ഗൂഢമായിട്ടാണുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് നീ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അന്യം വരം നചികേതോ വൃണീഷു, വേറെ എന്തെങ്കിലും വരങ്ങൾ വാങ്ങിച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നചികേതസിൽ നിന്ന് കടുകിട പോലും മാറാൻ തയ്യാറല്ല. അതാണ് നേരത്തെ പറഞ്ഞത്, നചികേതസിന്റെ ആ ഒരു ദൃഢത അല്ലെങ്കിൽ വൈരാഗ്യം എന്നുള്ളത് കാണിക്കുന്നത്. ദേവൈരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോ എന്ന സുവിജ്ഞേയമാർത്ഥ. നല്ല കാര്യമായി. ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായ വിദ്യ അങ്ങാണെങ്കിൽ നന്നായിട്ട് അറിയുന്ന ഒരാള്, ഞാനാണെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വന്നു, എന്നിട്ട് ഈ വിദ്യ അല്ലാണ്ട് പിന്നെ ഞാൻ വേറെ എന്താ ചോദിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നചികേതസിനോട് ചോദിക്കുന്നുണ്ട്. നചികേതസിനോട് പറയുന്നുണ്ട്, നചികേതസ് യമനോട് പറയണം. നചികേതസിനോട് പറയുന്നു, ശതായുഷപുത്രപൗത്രാൻ ഗണേശ്വ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, 100 വർഷം ആയുസ്സുള്ള പുത്രന്മാരോടുകൂടി ജീവിക്കാൻ, സമ്പത്തുകള്, രാജ്യാധിപത്യം, എന്ത് വേണമെങ്കിലും സ്വീകരിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് യാതൊന്നും ആവശ്യമില്ല, ഇതെല്ലാം ക്ഷണികമായിട്ടുള്ളതാണ്. ശോഭാവോ മർത്യസ്യതന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാത് തവ നൃത്യഗീതേ. ഒക്കെ അങ്ങയുടെ കയ്യിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. അല്ലേ, നല്ലതാണ്, സംഗതി ഒക്കെ ഉണ്ട്. ഏത് അപ്സരസുകളാണെങ്കിലും സ്വർഗഭോഗങ്ങളൊക്കെ ആണെങ്കിലും അങ്ങ് കയ്യിൽ വെച്ചോളൂ. എനിക്ക് ഈ വിദ്യയെ മാത്രം പറഞ്ഞു തന്നാ മതി. നവിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തമദ്രാക്ഷ്മചേത്വ. സമ്പത്ത് കിട്ടിയിട്ട് ആർക്കെങ്കിലും തൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? പിന്നെ എനിക്കാണെങ്കിലോ അങ്ങയുടെ ശിഷ്യനായതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് സമ്പത്തിനൊരു കുറവുണ്ടാവില്ല. ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് യമപദവിയിൽ ഇരിക്കുന്ന കാലം വരെ എനിക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടോ? അതും വേണ്ട. അതുകൊണ്ട് വേറെ ഒന്നും, നാണ്യം തസ്മാ നചികേതാ വൃണീതേ, ഇതല്ലാതെ എനിക്ക് വേറെ യാതൊന്നും ആവശ്യമില്ല, ഞാൻ ആവശ്യപ്പെടുകയുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ആ വരത്തിൽ അങ്ങനെ ദൃഢചിത്തനായി നിൽക്കുന്ന നചികേതസിനോട് യമന് വളരെ തൃപ്തി തോന്നുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഈ പ്രഥമ വല്ലി തൻ്റെ ഈ വരപ്രാപ്തിയിൽ അല്ലെങ്കിൽ തൻ്റെ ആ ജിജ്ഞാസയിൽ ഊന്നി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും പരീക്ഷണങ്ങളുണ്ട്. യമന്റെ ഒരു ഗുരു പരീക്ഷിച്ചു കഴിഞ്ഞു മാത്രമേ ശിഷ്യന് പൂർണ്ണമായിട്ടും ഉപദേശം കൊടുക്കൂ. കാരണം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള വിദ്യയാണ്. അപ്പം ആ വിദ്യ നേടിയെടുക്കുന്നതിനും അതിനുള്ള യോഗ്യതകളും ഉള്ളവന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളത് കൊണ്ട് യമൻ വീണ്ടും പരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ പരീക്ഷണങ്ങളും പിന്നീട് ഉപദേശം ആരംഭിക്കുന്നതുമാണ് ദ്വിതീയ വല്ലി മുതൽ ആരംഭിക്കുന്നത്. അത് നമുക്ക് തുടർന്ന് അടുത്തുള്ള ആചാര്യന്മാരിൽ നിന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വളരെ മഹത്തായിട്ടുള്ള ഒരു ഉപനിഷത്താണ്. ഏതാണെങ്കിലും ഈ പവിത്രമായ ഒരു വേദിയിൽ
കഠോപനിഷത്തിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതിന് സന്ദർഭം കിട്ടിയ, ഇതിന് ഒരു അവസരം തന്നതായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോടും ശ്രദ്ധയോടെ ഇരുന്നതായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്തേ. നമ്മളെല്ലാവരും